ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് അടിപൊളിയായ ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ഫേസ്ബുക്കിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതിന് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് നമ്മൾ ആ പൊരിച്ച ചിക്കൻ നുറുക്കി തേങ്ങയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിലൊന്ന് ട്രിം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ നേരത്തെ എടുത്ത് വെച്ച വെളിച്ചെണ്ണയിൽ അതിലേക്ക് നമുക്ക് ആ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതും പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല രീതിയിൽ അതൊന്ന് മിക്സാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായി ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയില്ല അതുകൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ചിക്കൻ ഇതെല്ലാം കൂടി നന്നായിട്ട് അതിനൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. ഇത് 2 ദിവസം വരെ ചീത്തയാവാതെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമുക്കൊരു ചമ്മന്തിപ്പൊടി പോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇത്ര ഉള്ളതിൻ്റെ വീഡിയോ, ഇത്ര ഉള്ളതിൻ്റെ റെസിപ്പി. സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് രാത്രി അത്താഴത്തിന് കറിയൊന്നും ഇല്ലാതെ ആയപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതും പപ്പടവും കൂട്ടിയിട്ട് കഴിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം.